ഇത്ര കാണിച്ചുതരാവേ. നമ്മുടെ അവിടുത്തെ ലെമണാണ്, ലൈമല്ല. കഴിഞ്ഞ കൊല്ലം ഒരു 100 കിലോയിലും ഈ രണ്ടെണ്ണത്തിന് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചു. അതുപോലെയായിരുന്നു. ഇപ്പോഴും അത് തീർന്നിട്ടില്ല. സീസൺ തീർന്നാലും എപ്പോഴത്തെ കാഴ്ച നിൽക്കുക ഉണ്ടായിട്ടുണ്ട്. അതേപോലെ അടുത്ത വർഷത്തേക്ക് പൂ കാഴ്ച നിൽക്കുന്നുണ്ടോ. ഈ പൂ പോയി കായാകുമ്പോൾ തന്നെ അടുത്ത വരും. ഇങ്ങനെ ഒരു 3 നാരകുളം 3 നാരകത്തിൽ നിന്ന് കിട്ടിയ നാരങ്ങയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. അതുപോലെ കിട്ടിയിട്ടുണ്ട്. ലെമണാണ് അവക്ക്. കുഞ്ഞിന് എന്നാ വേണ്ടേ? അവൾക്ക് ഇതിനുണ്ടാക്കുന്ന ലെമൺ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് വാമൂസിന്. ഞങ്ങൾ ഇത്തേന്ന് പറിച്ച് ഡെയിലി പിഴിയും. 2 പുതിനയും കൂടെ ഇട്ടിട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞാൽ ഏകദേശം ഒരു 1/2 ഗ്ലാസ് നാരങ്ങ കിട്ടും. അതുപോലെയുണ്ട്. കൂട്ടുകാർക്കും ഡ്യൂട്ടിക്ക് പോകുമ്പം എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കും. കണ്ടോ, നിറയെ പൂത്ത് നിൽക്കുക. അതേപോലെ അതിൻ്റെ ഇടയ്ക്കെല്ലാം ഇപ്പോഴും കായുണ്ട്. കാണിച്ച മുന്തിരി നിറയെ ഉണ്ടാകും കേട്ടോ. ഈ മുന്തിരി പച്ചമുന്തിരിയാണ്, നല്ലതായിട്ട് പച്ചമുന്തിരി ഉണ്ടാവും. ഇത് മൊത്തം ഈ ഓരോ ഇലയുടെ ചൂട്ടിൽ കൂടെ ഇനി കായാവും. ചെറുതായിട്ട് ഓരോ കൊല ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ, ഓരോ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ ആകുന്നുണ്ടോ. എല്ലാ മുട്ടിലും ഇതുപോലെ മുന്തിരിയുടെ കൊല ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ വലിയ താമസമില്ലാണ്ട് തന്നെ കാ പിടിച്ചു വരും. അപ്പുറത്തെ വീട്ടിൽ ചെറിയ ബ്ലോസം ഉണ്ടായി നിൽക്കുന്നുണ്ടോ. ഇവിടെ ചെറിയ ബ്ലോസത്തിൻ്റെ സീസണാണ്. നിറയെ എല്ലാ വീട്ടിലും ഉണ്ടാകും ചെറിയ ബ്ലോസം. ഇതാണ് ഞങ്ങൾ അന്ന് പറഞ്ഞ ഫിജാവോ. ഇത് വാമൂസിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫ്രൂട്ട്. വാമൂസ് ഇതെന്താ വാമൂസ് സാധനം ഒന്ന് പറഞ്ഞ് ഇങ്ങോട്ട് നോക്കി പറഞ്ഞ് ഇതെന്നാ സാധനം? വാമൂസിൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ഏതാ? എന്നാ ഫിജാവോ മരത്തോട് പറയാം, എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തരണേന്നതാ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഫിജാവോ തരണേന്നാ പറയുന്നുണ്ടോ. ഇത് നിറയെ ഇതേപോലെ ഈ കായ ഇട്ടിട്ടുണ്ട്. ഇതിനകത്തൊരു 90% കായും പിടിക്കുവേ. പ്രത്യേകിച്ച് ശല്യമൊന്നുമില്ല. ഇത് നന്നായിട്ട് കായ്ക്കും. നല്ല വലിപ്പമുള്ള ഫിജായാണ്. ഒരു എ ക്ലാസ് ഫിജായോ അതേപോലെ കായ ഉണ്ടാവും നല്ലതായിട്ട്. ഇതും ഈ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് ആയി. അതിൻ്റെ ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ പൂവേ. നമ്മുടെ നാട്ടിൽ നമ്മുടെ ചീമച്ചാമ്പ എന്നൊക്കെ പറയല്ലേ, അതേപോലെ ഇതിൻ്റെ പൂവ് ഇരിക്കുന്നത്. ആ പൂവ് വന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ കായാവും. ആ കായായി പിന്നെ നല്ല ഒരു മാസങ്ങളിൽ നമുക്ക് പറിക്കാൻ പറ്റും. അത് നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ കടയിലൊക്കെ ഒരുപാട് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നൊരു സൈപ്രസ്സാണ്. ആ സൈപ്രസിൻ്റെ മരത്തിൻ്റെ വലിപ്പം കൊണ്ടോ വലിയ വലിപ്പമുണ്ട്. അതേപോലെ ഇവിടെ കാടുകളിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഇത്. ഈ സാധനത്തിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഇത് ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ ഡെക്കറേഷൻ ഒരു ബഞ്ചിന് 100-150 രൂപയ്ക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന സാധനം. എവിടെ നോക്കിയാലും ഇഷ്ടം പോലെ കാട്ടിൽ ഇതുണ്ടാവും. ഓറഞ്ച് മരത്തിലെ ഓറഞ്ച് ഏകദേശം മുഴുവൻ തീർന്ന് സീസൺ എൻഡായി. ഇതുണ്ടോ കഴിഞ്ഞ് ഇരിക്കുകയാണ്. അടുത്തതിലേക്ക് നന്നായിട്ട് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓറഞ്ച് നല്ല 3 മരമുണ്ട് കേട്ടോ. 3 മരത്തിൽ അത്യാവശ്യം ഇതുപോലെ നമുക്ക് വേണ്ടാത്ത വിധം കൂട്ടുകാർക്കും എല്ലാം പറിച്ചു കൊടുക്കുമായിരുന്നു. ചെറിയ പുളിയുണ്ട്, എന്നാൽ ഭയങ്കര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ചാണ്. ഒരുപാടുണ്ടായിരുന്നു ഓറഞ്ച്. ഒരുപാട് നോക്കിക്കൊണ്ട് നിലത്തൂടെ എല്ലാം വീണ് കിടക്കാൻ വേണ്ടാത്ത പോലെ ആയിരിക്കും. ഇത് തീർന്നു. ഈ ഇല കാണാൻ വയ്യാത്ത പോലെ ഓറഞ്ചായിരുന്നു ഇവിടെ. കഴിഞ്ഞു. അടുത്ത സീസണിലേക്കുള്ള ആയി വരുന്നു ഓറഞ്ച്. ഇത്രയും ഫ്രൂട്ട്സാണ് നമ്മുടെ വീടുകളിലുള്ളത്. ഒരു കാഴ്ച കാണിച്ചു തരാവേ. നമ്മൾ പുല്ല് വെട്ടി ലോൺ മൂവ് ചെയ്ത് ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഈ വെള്ളപ്പൂക്കൾ നിറയെ സ്പ്രിങ് തുടങ്ങിയതിൻ്റെയാണ്. നിറയെ വെള്ളപ്പൂ. എന്ത് ഭംഗിയെന്നറിയാം ഇത് കാണാൻ. ആമൂസാണെങ്കിൽ പുതിനയും പറിച്ചുകൊണ്ട് വന്ന് നാരങ്ങയും പറിച്ചുകൊണ്ട് വന്നിട്ട് ലെമൺ ജ്യൂസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ അവർക്ക് ഏതായാലും ഒരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കട്ടെ കേട്ടോ. എന്നാ പറയാ, എന്നാ ചെയ്യാൻ പോവാ ആമൂസ്? ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാ. എന്നാ എല്ലാവരും പറ, വീഡിയോ കാണണേ പിന്നെ കാണാന്ന് പറ. വീഡിയോ കാണണമെങ്കിൽ വീഡിയോ കണ്ടോ പിന്നെ കാണാതെ കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ.